بسم الله الرحمن الرحيم. قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى فأوجس في نفسه خيفة موسى قلنا لا تخف إنك أنت الأعلى وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1001 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 65 മുതൽ 69 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى فأوجس في نفسه خيفة موسى قلنا لا تخف إنك أنت الأعلى وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 65 മുതൽ 69 വരെയുള്ള ആയത്തുകളാണ് നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാമും ഫിറഔൻ കൊണ്ടുവന്നിട്ടുള്ള ആഭിചാരക്കാരും സാഹിറുകളും തമ്മിൽ മാറ്റുരക്കുന്ന അവരുടെ കഴിവുകൾ മാറ്റുരക്കുന്ന ഒരു രംഗമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. മൂസ അലൈഹിസ്സലാം ഫിറഔന്റെയും ഈജിപ്തിലെ ജനങ്ങളുടെ മുമ്പാകെയുമായിട്ട് കാണിച്ച അസാധാരണത്വമുള്ള ദൃഷ്ടാന്തങ്ങൾ അവ ദൈവികമായി നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ് എന്നത് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിന്ന് ഫറവോയും അയാളെ പിന്തുണച്ചു നിന്നിരുന്ന ആളുകളും ഇതുപോലെയുള്ള അത്ഭുതങ്ങള് സാഹിറുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ സാഹിറുകളെ അണിനിരത്താം, ആഭിചാരക്കാരെ അണിനിരത്താം. എന്നിട്ട് മൂസ അലൈഹിസ്സലാം കാണിച്ച സംഗതികള് ജാലവിദ്യയിലൂടെ കാണിക്കപ്പെട്ട സംഗതികൾ മാത്രമാണ് എന്നത് തെളിയിക്കാം എന്നതാണ് അവര് അവകാശപ്പെട്ട കാര്യം. അതിന് യോജിച്ച ഒരു ദിവസം, ഒരു സമയം, ഒരു സ്ഥലം ഒക്കെ നിർദ്ദേശിക്കാൻ മൂസ അലൈഹിസ്സലാമിനോട് അവരാവശ്യപ്പെടുകയും ചെയ്തു. മൂസ അലൈഹിസ്സലാം നിർദ്ദേശിച്ചത് യൗമുസീനത്ത്, ജനങ്ങളൊക്കെ നല്ല വേഷഭൂഷകളായിട്ട് അണിഞ്ഞൊരുങ്ങി
എത്തുന്ന ഉത്സവ നാളിൽ പൊതുമൈതാനത്ത് വെച്ചാകാം ഈ സംഗതി എന്നാണ് മൂസ അലൈഹി ഇസ്ലാം നിർദ്ദേശം. ആ നിർദ്ദേശം അംഗീകരിക്കപ്പെടുകയും നിശ്ചയിക്കപ്പെട്ട നാളിൽ എല്ലാവരും ഒത്തുകൂടുകയും ചെയ്തിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തിലടങ്ങിയിരിക്കുന്ന സംഭാഷണം നടക്കുന്നത്. അതിനു മുമ്പ് മൂസ അലൈഹി ഇസ്ലാം വളരെ വ്യക്തതയുള്ള ഒരു താക്കീത് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ കളവാക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും നിങ്ങൾ ദൈവിക ശിക്ഷക്ക് വിധേയരാകും. അള്ളാഹുവിന്റെ പേരിൽ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും പരാജിതരാകും എന്ന കാര്യമാണ് മൂസ അലൈഹി ഇസ്ലാം വെട്ടി തുറന്ന് പറയുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാം കൃത്യതയോടുകൂടി നൽകിയ ആ താക്കീത് അവർക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ കാരണമാക്കി. അവര് രഹസ്യമായി കാര്യങ്ങൾ കൂടിയാലോചിച്ചു. എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം തറപ്പിച്ച് പറഞ്ഞത് ഇവരിരുവരും മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും സാഹിറുകൾ തന്നെയാണ്. യുരീദാനി യുഖ്രിജാകും മിൻ അർദികും ബിസിഹിരിഹിമ. അവരുടെ ഈ ആഭിചാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും മഹനീയമായ ഈ സാംസ്കാരിക മാതൃക അല്ലെങ്കിൽ ജീവിത സരണി അതിനെ നശിപ്പിച്ചു കളയാനുമാണ് അവരുടെ ലക്ഷ്യം എന്ന് അവരുടെ കൂട്ടത്തിൽ ചിലര് ആണയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് ഒക്കെ പറയുകയുണ്ടായി. അതിനെ തുടർന്നാണ് മൂസ അലൈഹി ഇസ്ലാം കാണിച്ച ദൈവിക ദൃഷ്ടാന്തങ്ങള് ജാലവിദ്യയിലൂടെ കാണിക്കപ്പെട്ടതാണ് എന്നത് അവർക്ക് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരം തയ്യാറാകുന്നത്. അവര് എല്ലാവിധ തന്ത്രങ്ങളും സമാഹരിച്ചു. എന്നിട്ട് ഐക്യപ്പെട്ട് പൊതുമൈതാനത്ത് വന്നു ചേർന്നു. അങ്ങനെയാണ് ആ മത്സരത്തിനുള്ള വേദി ഒരുങ്ങുന്നത്. അതിന് തുടർന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ഏത് ചരിത്ര സംഭവം വിവരിക്കുന്നതിനും ഖുർആൻ സ്വീകരിക്കുന്ന വളരെ അനിതര സാധാരണമായ ഒരു ശൈലിയുണ്ട്. മനുഷ്യന് സാധാരണ വായനക്കാരന് ഭാവനയിൽ കാണാവുന്ന പല കാര്യങ്ങളും വിശദാംശങ്ങൾ വിട്ടുകളയുകയും വളരെ സുപ്രധാനമായ ഏറ്റവും കാര്യങ്ങളുടെ മർമ്മമായിട്ട് തോന്നുന്ന കാര്യങ്ങള് വളരെ പരിമിതമായി വിവരിച്ചുകൊണ്ട് വളരെ കൂടുതലായിട്ട് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒക്കെ അവസരം നൽകുന്ന വിധത്തിലുള്ള ഒരു രീതിയാണ് ഖുർആനിൽ കഥാകഥനത്തിന് അള്ളാഹു സ്വീകരിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് പിന്തുടരപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. ഈ സാഹിറുകളുമായി ഉള്ള മാറ്റുരയ്ക്കലിന് ഒരുങ്ങുന്ന വേദി ഒരുങ്ങുന്ന ആ ഘട്ടത്തില് ഫറോവയുടെ പക്ഷത്ത് നിലക്കൊണ്ടിരുന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇവിടെ പറയുന്നില്ല. അതിനെ തുടർന്നുണ്ടായ അവരുടെ ഒരുക്കങ്ങളും തയ്യാറെടുപ്പും അതിനു വേണ്ട പല സംഗതികളൊക്കെ നടന്നു. ഒടുക്കം അവരെല്ലാവരും ഒരു പ്രത്യേക മൈതാനത്ത് ഒത്തുകൂടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. അതൊക്കെ വായനക്കാരന് ചേർത്ത് വായിക്കാൻ കഴിയുന്ന വിധത്തില് കോർത്തിണക്കിക്കൊണ്ട് അതിനൊരു സ്പേസ് വിട്ടിരിക്കുകയാണ്. നിങ്ങളത് ഇത് ഭൂമുഖത്ത് എവിടെ സംഭവിക്കുകയാണെങ്കിലും എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക എന്നത് നിങ്ങൾക്ക് ഭാവനയിൽ കാണാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നത് മാത്രമാണ് എന്ന വിധത്തിലാണ് അവിടെ ഒരു സ്പേസ് വിട്ടുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ വിവരിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് വായിച്ച ഭാഗം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഖാലു, അവര് പറഞ്ഞു, യാ മൂസ ഇമ്മ അൻ തുൽഖിയ വ ഇമ്മ അൻ നകൂന അവ്വല മൻ അൽഖ. മൂസ അലൈഹി ഇസ്ലാം ഒരു പക്ഷത്തും
ഫറോവയുടെ സാഹിറുകൾ മറുപക്ഷത്തും ഒത്തുകൂടിയിരിക്കുകയാണ് മൈതാനത്ത്. അപ്പോ അവര് ചോദിച്ചു, മൂസേ, നീയാണോ ആദ്യം ഈ സംഗതി താഴെ ഇടാൻ പോകുന്നത്? വടിയോ കയറോ ഒക്കെ താഴെ ഇട്ട് പാമ്പാക്കാൻ വേണ്ടി ഇതിനാദ്യം തറയിലിടുന്നത് ഇമ്മ അൻ തുൽഖിയ, നീയാണോ? വ ഇമ്മ അൻ നകൂന അവ്വല മൻ അൽഖ, അതല്ല ഞങ്ങൾ ആദ്യം താഴെ ഇട്ടോട്ടെ എന്നതാണ് ഇവര് ചോദിച്ച ചോദ്യം. ഏത് പന്തയത്തിലും മത്സരത്തിലും പൊതുവെ ആര് ആദ്യം ചെയ്യണം എന്ന വിധത്തിൽ ഒരു തീരുമാനം പലപ്പോഴും നറുക്കെടുപ്പിലൂടെയൊക്കെ തീരുമാനിക്കപ്പെടാറുണ്ട്. ഇവിടെ സാഹിറുകളുടെ ഒരുപക്ഷെ ആത്മവിശ്വാസക്കുറവ് പ്രകടമാക്കുന്ന ഒരു സംസാരമാണ് ഇവിടെ നടക്കുന്നത്. ആരാണ് ആദ്യം ഇടുന്നത്? നീ ആദ്യം ഇടണോ അതോ ഞങ്ങൾ ആദ്യം ഇട്ടോട്ടെ എന്ന വിധത്തിലുള്ള ഒരു ചോദ്യത്തില് അങ്ങനെ ഒരു ആത്മവിശ്വാസക്കുറവ് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എന്തായാലും മത്സരം തുടങ്ങുകയാണ്. ആരെങ്കിലും ഒന്ന് അവരുടെ വടിയും കയറും ഒക്കെ തറയിലിടണം. അങ്ങനെ ആവുമ്പോഴേ ഈ മത്സരം അങ്ങ് തുടങ്ങുകയുള്ളൂ. അപ്പൊ അതിനാരാണ് ആദ്യം ഇടേണ്ടത് എന്നതാണ് അവർ ഉന്നയിച്ച വിഷയം. ഖാല, അപ്പോ മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ബൽ അൽഖു, നിങ്ങൾ ഇട്ടോളൂ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ളത് തറയിലേക്ക് ഇട്ടോളൂ. ഈ മത്സരത്തിന് തുടക്കമിടുന്നത് നിങ്ങൾ തന്നെ ആയിക്കോട്ടെ, അതിന് യാതൊരു തടസ്സവുമില്ല. ബൽ അൽഖു, നിങ്ങൾ തറയിൽ ഇട്ടോളൂ എന്നാണ് നിർദ്ദേശം. ഫൈദാ ഹിബാലുഹും വഅസിയ്യുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രി. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം മറുപക്ഷത്തുള്ളവർക്ക് അനുമതി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം തറയിൽ ഇട്ടോളൂ. ബൽ അൽഖു, നിങ്ങൾ ഇട്ടോളൂ, നിങ്ങൾ എറിഞ്ഞോളൂ എന്നാണ് പറയുന്നത്. അപ്പോ എറിയേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ തറയിൽ ഇടേണ്ടത് എന്ത് വസ്തുവിനെയാണോ പാമ്പാക്കി കാണിക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് ആ സംഗതിയാണ്. അത് നിങ്ങൾ ആദ്യം ചെയ്തോളൂ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം മറുപക്ഷത്തിന് അനുവാദം കൊടുത്തുകൊണ്ട് പറയുന്നത്. അതേ തുടർന്ന് ഫൈദാ ഹിബാലുഹും വഅസിയ്യുഹും, അവരുടെ കയറുകളും വടികളും ഒക്കെ അതേ തുടർന്ന് യുഖയ്യലു ഇലൈഹി, അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു, മിൻ സിഹ്രിഹിം, അവയുടെ ആഭിചാരക്രിയ കാരണമായിട്ട്, അന്നഹ തസ്അ, അവ ഇഴയുന്നുണ്ട് എന്ന വിധത്തിൽ. അപ്പോ ഫറോവയുടെ പക്ഷത്ത് നിലകൊള്ളുന്ന സാഹിറുകള് അവരുടെ വടികളും കയറുകളും തറയിലിട്ടു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യം ഇവിടെ പറയാതെ തന്നെ അതിനെ തുടർന്ന് എന്തുണ്ടായി എന്നതാണ് പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആന്റെ ശൈലീപരമായ വളരെ വലിയൊരു പ്രത്യേകത. നമ്മളത് പലപ്പോഴും വിലയിരുത്തിയിട്ടും മനസ്സിലാക്കിയിട്ടും ഒക്കെ ഉള്ളതാണ്. അപ്പോ ഫൈദാ ഹിബാലുഹും വഅസിയ്യുഹും യുഖയ്യലു ഇലൈഹി, അവര് അവരുടെ വടികളും കയറുകളൊക്കെ തറയിലിട്ടപ്പോ അതൊക്കെ തന്നെ യുഖയ്യലു ഇലൈഹി, അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു, മൂസ അലൈഹി ഇസ്ലാമിന്, മിൻ സിഹ്രിഹിം, ഖുർആൻ പറയുന്നത് അവയുടെ ആഭിചാര ക്രിയ കാരണമായിട്ട്, അതിന്റെ മേലുള്ള ആ സ്പെൽ കാരണമായിട്ട്, അന്നഹ തസ്അ, അവ ഇഴഞ്ഞു നീങ്ങുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നു. ആഭിചാരക്രിയ എന്ന് പറയുന്നത് അയഥാർത്ഥമായ ഒരു സംഗതിയാണ്. അത് ഒരു കൺകെട്ടാണ്. ആളുകളെ ഇല്ലാത്തൊരു സംഗതി ഉണ്ട് എന്ന് തോന്നിപ്പിക്കലാണ്. അങ്ങനെ ഒരു കലയാണത്. മാന്ത്രിക വിദ്യ, അതുപോലെ ജാലവിദ്യ എന്നൊക്കെ പറയുന്ന സംഗതി നമ്മുടെ കാലഘട്ടത്തിൽ വളരെയേറെ ഒരു കലയായിട്ട് അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഒരിക്കലും തന്നെ നമ്മൾ ഒരു തൂവാല എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നതോടുകൂടി അതൊരു പ്രാവായി മാറുമ്പോൾ ആ പ്രാവിനെ കൊണ്ടുപോയി അറുത്ത് മാംസമാക്കി ഭക്ഷിക്കാം എന്നാരും കരുതാറില്ല. കാരണം അത്
യഥാർത്ഥത്തിൽ തന്നെ ഒരു പ്രാവാകുന്നില്ല എന്നത് ഈ മാന്ത്രിക വിദ്യ ചെയ്യുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ അറിയാം. അങ്ങനെ തോന്നിപ്പിക്കപ്പെടുക മാത്രമാണ് ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും പ്രാവ് വേറൊരു സ്രോതസ്സിൽ നിന്ന് അവിടെ പ്രത്യക്ഷപ്പെടുത്തപ്പെടുകയും അതിനെ കാണാൻ പറ്റുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുക. തൂവാല പ്രാവായി മാറുന്ന സംഗതി അത് കാണികൾക്കുള്ള തോന്നിപ്പിക്കൽ മാത്രമാണ് എന്നതാണ് വസ്തുത. അപ്പോ സിഹറിന്റെ യഥാർത്ഥ പ്രകൃതമാണ് അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുന്നത്. അവരുടെ വടികളും കയറുകളും ഒക്കെ അവർ തറയിലേക്ക് അങ്ങ് ഇട്ടു. അവയൊക്കെ പാമ്പായി ഇഴഞ്ഞു നടക്കുന്നതിന് വേണ്ടിയാണ്. അത് തറയിലിട്ടപ്പോ മൂസ അലൈഹിസ്സലാമിനും അനുഭവപ്പെടുന്നത് അവരുടെ ആ സിഹർ കാരണമായി അവ ശലിക്കുന്നുണ്ട്, ഇഴയുന്നുണ്ട് എന്ന വിധത്തിലാണ്. അപ്പൊ സിഹർ ജനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കലയാണ്, അല്ലെങ്കിൽ ഒരു വിദ്യയാണ്. അത് കണ്ടു നിൽക്കുന്നവർക്ക് അത് യഥാർത്ഥമായിട്ട് തോന്നും, അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നും. ഇവിടെയും സിഹർ ചെയ്യപ്പെട്ടപ്പോ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന വസ്തുത നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിന് ഈ വടികളും കയറുകളും ഒക്കെ ഇഴഞ്ഞു നടക്കുന്ന പാമ്പുകളായിട്ട് തോന്നിപ്പിക്കപ്പെട്ടു എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. ഒരു കാര്യം ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാവുന്നത്, സിഹർ അഥവാ ജാലവിദ്യ അല്ലെങ്കിൽ ആഭിചാരം ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമൂഹത്തില് അവിടെ അവർക്കിടയിൽ അള്ളാഹുവിന്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി എത്തിയിരുന്ന ദൈവിക ദൂതന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ സിഹർ ബാധകമായിരുന്നില്ല, അത് പ്രവർത്തനക്ഷമമായിരുന്നില്ല എന്ന് സങ്കല്പിക്കുന്നത് ശരിയല്ല. ഖുർആൻ നൽകുന്ന സൂചന ഇവിടെ അതാണ്. സിഹർ ഒരു ജാലവിദ്യ അല്ലെങ്കിൽ മാന്ത്രിക വിദ്യ ഒക്കെയാണല്ലോ. അത് മറ്റുള്ളവരിൽ ഫലിക്കുന്ന പോലെ അള്ളാഹുവിന്റെ ദൂതന്റെ മേലും ഫലിക്കും. പക്ഷേ അള്ളാഹുവിന്റെ ദൂതന്റെ ദൗത്യം നിർവഹിക്കുന്നതിന് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന സത്യം അപകടപ്പെടുത്തപ്പെടുന്ന വിധത്തിലുള്ള യാതൊരു ദൂഷ്യവും ദൂതന്റെ മേൽ ഉണ്ടാകാത്ത വിധത്തിൽ അള്ളാഹു അദ്ദേഹത്തെ കാത്തു സംരക്ഷിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവിടെ മൂസ അലൈഹി ഇസ്ലാം ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലക്ക് ഈ വടികളും കയറുകളും ഒക്കെ പെട്ടെന്ന് ഇഴഞ്ഞു നടക്കുന്ന പാമ്പുകളായിട്ട് കാണിക്കപ്പെട്ടപ്പോ അദ്ദേഹത്തിൽ അത് ഭയം ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം ഭയപ്പെട്ടൊന്ന് പിന്മാറുന്നുണ്ട്. കാരണം സിഹറിന് ആളുകളെ അങ്ങനെ യഥാർത്ഥത്തിൽ തന്നെ സംഭവിക്കുന്നു എന്ന് തോന്നിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലുണ്ട്. പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ ദൗത്യത്തിന് അത് നിർവഹിക്കുന്നതിന് വല്ല വിഘ്നവും അതുകൊണ്ടുണ്ടായോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ബാധിച്ചതായി രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിന്റെ ചർച്ചയിൽ അങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബാധിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസ് തള്ളിക്കളയുകയും നിരവധി ഹദീസുകൾ സ്വീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇസ്ലാമിക സമൂഹത്തിൽ പലപ്പോഴും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വരികൾക്കിടയിൽ വിട്ട ഭാഗങ്ങൾ ചേർത്ത് വായിക്കാനും വിടവുകൾ പൂരിപ്പിച്ച് മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവും. സിഹർ ഒരു നിലക്കും ബാധിക്കുകയില്ല എന്നതല്ല. സിഹർ ബാധ ഉണ്ടായിട്ട് അള്ളാഹുവിന്റെ ദൂതന് അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിക്കുന്നതിന് എന്തെങ്കിലും വിഘ്നമുണ്ടാവുകയോ അദ്ദേഹത്തിന്റെ വാക്കുകളോ പ്രവർത്തനങ്ങളോ ഏതെങ്കിലും വിധത്തില് അസ്വീകാര്യമാകുന്ന വിധത്തില് സിഹർ അദ്ദേഹത്തെ സ്വാധീനിക്കുകയോ ചെയ്യുകയില്ല എന്നത് അള്ളാഹുവിന്റെ ഒരു കാവലാണ് അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം സിഹറിന് യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല, സിഹർ പ്രയോഗിക്കപ്പെട്ടത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി അനുഭവപ്പെടുകയോ തലവേദന ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല എന്നൊന്നും അല്ല അർത്ഥം. സിഹറിന് അതിൻ്റെതായ ഫലം ഉണ്ടാകും. അതുണ്ടാകുമ്പോ പക്ഷേ അത് വളരെ താൽക്കാലികവും
വളരെ ഭാഗികവും ലഘുവുമായ രീതിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതുപോലെ പ്രവാചകന്മാരെ ബാധിക്കുകയുള്ളൂ. അവർക്ക് ആ സിഹറിന്റെ ദൂഷ്യങ്ങളെ ഓവർകം ചെയ്യാൻ അള്ളാഹുവിന്റെ ഒരു ഇസ്മത്തുണ്ട്, അള്ളാഹുവിന്റെ ഒരു സംരക്ഷണ വലയം അവർക്കുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഏത് ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണോ വന്നിട്ടുള്ളത് ആ ദൗത്യം നിർവഹിക്കുന്നതിന് തടസ്സമാകുന്ന വിധത്തിലോ അദ്ദേഹത്തെ സത്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരാള് എന്നുള്ള നിലക്ക് സ്വീകാര്യനല്ലാതാക്കുന്ന ഒരു അനുഭവമോ ഒന്നും അത് കാരണമായിട്ടുണ്ടാവില്ല. കാരണം അതിന് പ്രവാചകന്മാർക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ട് എന്നതാണ് കാരണം. പക്ഷെ സിഹിർ ദ്രോഹകരമായിട്ട് ചെയ്യുന്ന ഒരു സിഹിറിന്, അങ്ങനെ സിഹിർ ചെയ്തു എന്നത് ബോധ്യപ്പെടുത്തുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവാചകന്മാരിലും അതുകൊണ്ടുണ്ടായെന്ന് വരും. കാരണം സിഹിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്തതാണെങ്കിൽ അത് അങ്ങനെ ഒരു സംഗതി ചെയ്തു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന അളവില് അതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകും എന്നാണ് ഖുർആന്റെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അദ്ദേഹം പറഞ്ഞ ഈ അവരോട് വടി തറയിലിട്ടോളാൻ വേണ്ടി പറയുകയും അല്ലെങ്കിൽ വടിയും കയറുകളും തറയിലിട്ടോളാൻ വേണ്ടി പറയുകയും അവര് വടിയും കയറുകളും ഒക്കെ തറയിലിട്ടപ്പോ അവയൊക്കെയും തന്നെ ഇഴഞ്ഞു നടക്കുന്ന സർപ്പങ്ങളായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന് അവയുടെ മേലുള്ള ആഭിചാരം കാരണമായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. മൂസ, അള്ളാഹു അവ്യക്തതയൊന്നും ഇല്ലാത്ത വിധത്തിൽ പറയുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തിന്റെ ഉള്ളില് അനുഭവപ്പെട്ടു ഖീഫത്തൻ, ഒരു ഭയപ്പാട്. ഇത് കാരണമായിട്ട് അദ്ദേഹത്തിന് ഉള്ളില് ഒരു ഭയം ജനിച്ചു. ഔജസ എന്ന് പറഞ്ഞാൽ അനുഭവപ്പെട്ടു എന്നാണ്. ഔജസ ഫീ നഫ്സിഹി, അദ്ദേഹത്തിന്റെ ഉള്ളില്, മനസ്സില് അദ്ദേഹത്തിന് ഒരു ഖീഫത്ത് എന്ന് പറഞ്ഞ ഭയം, ഒരു ഭയം അനുഭവപ്പെടുകയുണ്ടായി എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ആ വാചക ഘടന വളരെ ശ്രദ്ധേയമായതാണ്. അറബി ഭാഷയിൽ തന്നെ വളരെ വ്യത്യസ്തതയുള്ള ഒരു ശൈലിയിലാണ് ഇതിവിടെ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത്. മൂസ എന്ന ഈ വിഷയത്തിലെ ഈ വാചകത്തിലെ ഫായില്, സബ്ജക്റ്റ് വേറിട്ട് നിൽക്കുന്ന വിധത്തില് ആ മൊമെന്റിന്റെ നിർണായകമായ ആ നിമിഷത്തിന്റെ ആ ഉദ്വേഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, അതിന്റെ ടെൻഷൻ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശൈലിയിലാണ് ഈ വാചകം കമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. നമ്മൾ അങ്ങേയറ്റത്തെ ധൃതിയുള്ള, അങ്ങേയറ്റത്തെ വെപ്രാളപ്പെടലോടുകൂടി വല്ലതൊക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് സമയമൊട്ടും നമ്മളുടെ ആലോചനക്കോ നമ്മൾ പറയുന്ന വാക്കുകൾ എങ്ങനെയുള്ളതാവണം എന്നത് ആലോചിക്കാനോ ഇല്ലാത്ത വിധത്തില് ധൃതിയിൽ വല്ലതും നമ്മൾ പറയുമ്പോൾ നമ്മൾ വാചകങ്ങൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നത് ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും. അങ്ങനെയുള്ള ഉദ്വേഗം നിറഞ്ഞ ഭയാശങ്കകളോടുകൂടി അതിവേഗം ചില കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ നമ്മളെ സംസാരത്തിന് സ്വാഭാവികമായ വ്യാകരണ ഘടന തെറ്റിച്ചുകൊണ്ടുള്ള, ആ വ്യാകരണ ഘടനയിൽ നിന്ന് പുറത്തു ചാടിക്കൊണ്ടുള്ള ഒരു പദപ്രയോഗവും ശൈലിയും നമ്മളെപ്പോഴും സംസാരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് മലയാളത്തിൽ തന്നെ പല സന്ദർഭങ്ങളിലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്ന് നമ്മൾ സൂക്ഷ്മമായി കേട്ടു നോക്കുകയോ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്താൽ മതി. അപ്പോ അത് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ ഒരു സന്ദർഭമാണ് ഇവിടെ. തറയിലിട്ട വടികളും അതുപോലെ കയറുകളും ഒക്കെ പമ്പായി ഇങ്ങനെ എഴഞ്ഞു നടക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ മനസ്സിലൊരു ഭീതി ഇരച്ച് കയറിയിട്ടുമുണ്ട്. ആ ഒരു സംഗതിയെ, അതിന്റെ ഉദ്വേഗവും അതിന്റെ സകലവിധ
മനസ്സംഘർഷവും പ്രകടമാക്കുന്ന വിധത്തിലുള്ള ഒരു അട്ടറൻസിലാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. മൂസ, ഭയപ്പാടോടുകൂടി മൂസ അലൈഹി ഇസ്ലാമിന് അതൊരു മനസ്സിന്റെ ഉള്ളില് ഒരു ഭീതിയായിട്ട് അത് അനുഭവപ്പെടുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ സർപ്പം ഇങ്ങനെ എഴഞ്ഞു നടക്കുകയാണ്. മറ്റാരെയും പോലെ മൂസ അലൈഹി ഇസ്ലാമിനും മൂസ അലൈഹി ഇസ്ലാമിന്റെ മനസ്സിലും അത് പേടി ജനിപ്പിച്ചു. അപ്പോ നാം നിർദ്ദേശിച്ചു, നാം പറഞ്ഞു, ലാ തഖഫ് ഇന്നക അൻതൽ ആല, മൂസയെ പേടിക്കരുത്, നീ തന്നെയാണ് ഉയർന്നു നിൽക്കാൻ പോകുന്നത്. ഈ മത്സരത്തിൽ, ഈ ഏറ്റുമുട്ടലിൽ ഒരിക്കലും പരാജിതനാകാൻ പോകുന്ന ആളല്ല നീ. അതുകൊണ്ട് പേടിച്ച് പിൻവാങ്ങരുത്, മൂസയെ പേടിക്കരുത്. നാം പറഞ്ഞു, ലാ തഖഫ്, പേടിക്കരുത്, പേടിക്കാതെ, ഇന്നക അൻതൽ ആല, നിശ്ചയമായിട്ട് നീ തന്നെയാണ് ഉറച്ച് ഉയർന്നു നിൽക്കുന്നവൻ. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു അദ്ദേഹത്തെ കേൾപ്പിക്കുന്നതായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന് അനുഭവപ്പെടുന്നത്. അള്ളാഹു ധൈര്യം പകരുകയാണ്. വളരെ നിർണായകമായ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം പതറിപ്പോകാനിടയുള്ള ആ നിമിഷത്തിൽ, കാരണം ഈജിപ്തില് വളരെ പ്രഗത്ഭരായ സാഹിറുകൾ കാണിച്ചുകൊണ്ടിരുന്ന ഈ ജാലവിദ്യയും അതുപോലെ അത്തരം അവരുടെ പ്രകടനങ്ങളൊക്കെ തന്നെ അത് ഈജിപ്തിലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരു കലാപ്രകടനം തന്നെയാണ്, പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. സ്വാഭാവികമായ ഒരു പേടി മൂസ അലൈഹി ഇസ്ലാമിലും ഉണ്ടാവുകയാണ്. പിന്നെ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു കൂടെയുണ്ട് എന്നൊക്കെ അള്ളാഹു ധൈര്യപ്പെടുത്തി പറഞ്ഞയച്ചിട്ടുള്ള ഒരാളാണല്ലോ. അതും ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും അക്രമിയായ, ധിക്കാരിയായ ഭരണാധികാരിയുടെ അടുക്കലേക്കാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ മനസ്സിലുണ്ടാക്കുന്ന ഇടുക്കങ്ങളും അതുപോലെ അങ്കലാപ്പും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. മാത്രവുമല്ല, നേരത്തെ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന ഈ മുഅ്ജിസാത്തുകള് ആരുടെ മുന്നിലും മാറ്റിവെക്കപ്പെട്ടിട്ടുമില്ല. ഫറോവയുടെയും കൂട്ടരുടെയും മുന്നിൽ അവ പ്രദർശിപ്പിച്ചിരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റാരുടെയെങ്കിലും സമാനമായ കഴിവുകളുമായിട്ട് മാറ്റുരച്ച ഒരു അനുഭവം അത് മൂസ അലൈഹി ഇസ്ലാമിന് നേരത്തെ ഉണ്ടായിട്ടുമില്ല. അപ്പൊ ഇപ്പോ ഈ പ്രഗത്ഭരായ സാഹിറുകള് അവരുടെ വടികളും കയറുകളൊക്കെ തറയിലിട്ട് അതിനെ സർപ്പങ്ങളാക്കി മാറ്റി അവ അങ്ങനെ എഴഞ്ഞു നടക്കുന്നത് മൂസ അലൈഹി ഇസ്ലാമിന് കാണാൻ പറ്റിയപ്പോ അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു ഭീതി ജനിപ്പിച്ചു എന്നതാണ് വസ്തുത. അപ്പോ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഖഫ്, പേടിക്കണ്ട, ഇന്നക അൻതൽ ആല, നീ തന്നെയാണ് മൂസയെ ഉയർന്നു നിൽക്കുന്നവൻ എന്ന്. ചരിത്രത്തിൽ ഇതിന് സമാനമായ ഒരു അനുഭവം അള്ളാഹുവിന്റെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിഷമം പിടിച്ച ഒരു കാലഘട്ടം മക്കയിൽ അദ്ദേഹത്തിന്റെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയെയും അതുപോലെ പിതൃവ്യൻ അബൂ താലിബിനെയും നഷ്ടപ്പെട്ട ആ വർഷത്തിൽ, ആമുൽ ഹുസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വർഷത്തിലാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യം പകരുന്നതിനും അദ്ദേഹത്തിൽ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തിയെടുക്കുന്നതിനൊക്കെ വേണ്ടി അദ്ദേഹത്തിന് ഇസ്രാഉം മിഅ്റാജും അനുഭവിപ്പിക്കുന്നത്. അത് ഒരു ധൈര്യം പകരലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടുന്ന വെല്ലുവിളികളിൽ പരാജിതനാകാൻ പോകുന്നില്ല, വിജയം വരിച്ച് അതിന്റെ അന്ത്യത്തിലേക്ക് എത്തും എന്നത് തീർച്ചയാണ് എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ചില കാഴ്ചകള് അദ്ദേഹത്തെ അള്ളാഹു കാണിക്കുകയാണ്. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ഈ വിധത്തിൽ സംസാരിക്കുന്നത്, വിജയിക്കാൻ പോകുന്നത്, ഈ ഏറ്റുമുട്ടലില്, ഈ മാറ്റുരയ്ക്കലില് വിജയിക്കാൻ പോകുന്നത് മൂസ അലൈഹി ഇസ്ലാം തന്നെയാണ് എന്ന് ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. തുടർന്ന് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്, നീ നിന്റെ ആ വലത് കൈയിലുള്ളത് തറയിലിടും. നിന്റെ വലത് കൈയിലുള്ളത് ഉണ്ടല്ലോ,
വലത് കയ്യിലുണ്ടായിരുന്ന വടി, അതാണ് ഉദ്ദേശം. അത് ഈ തറയിലിടും. അവര് എന്തൊക്കെയാണോ ഉണ്ടാക്കി കൂട്ടിയിട്ടുള്ളത് അതിനെയൊക്കെ അത് വിഴുങ്ങിക്കളയും. ഇന്നമാ സനഴു കൈദു സാഹിരി, നിശ്ചയമായിട്ടും അവര് ചില ആഭിചാരകരുടെ തന്ത്രങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വലാ യുഫ്ലിഹു സാഹിറു ഹൈതു അത, ഒരു ആഭിചാരകനും അയാൾ എത്ര ഗമയില് എവിടെ പോയാലും അതൊന്നും വിജയത്തിലെത്താൻ പോകുന്നില്ല. ആഭിചാരകന് ഒടുക്കത്തില് ഇതൊക്കെ വെറും ജാലവിദ്യയായിരുന്നു, എന്റെ ആഭിചാരക്രിയ മാത്രമായിരുന്നു എന്ന് പറയേണ്ടി വരികയാണ് ചെയ്യുക. അതൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ചെയ്യുക. അതാണ് ആഭിചാരകരുടെ ഉടനീളമുള്ള ചരിത്രം. അതുകൊണ്ട് ഇവരിപ്പോ കാണിച്ചിരിക്കുന്നത് വെറും കൈദു സാഹിർ മാത്രമാണ്. സാഹിറുകളുടെ ചില തന്ത്രങ്ങൾ മാത്രമാണ്. അങ്ങനെ സാഹിറുകൾ ചെയ്യുന്ന ഈ കൈത് അവരെവിടെ എങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ചെയ്താലും അത് വിജയത്തിലെത്തുകയില്ല. ആളുകൾ കുറച്ചു നേരത്തേക്ക് അങ്ങനെ തോന്നിപ്പിച്ച് നിർത്താൻ കഴിയും എന്നത് മാത്രമാണ് അതിന്റെ ഫലം. അന്തിമമായിട്ട് അവർക്ക് കാണിക്കപ്പെട്ട സംഗതി യാഥാർത്ഥ്യമായിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയില്ല, അത് നിലനിൽക്കൂല. അതാണ് സാഹിറുകളുടെ തന്ത്രങ്ങളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു നിർദ്ദേശിക്കുന്ന അൽഖി മാഫി യമീനിക്, നിന്റെ കയ്യിലുള്ളതിനെ നീ തറയിലിട്. തൽഖഫ് മാ സനഉ, അവര് നിർമ്മിച്ചുണ്ടാക്കിയതുണ്ടല്ലോ അതിനെയൊക്കെ അത് വിഴുങ്ങിക്കളഞ്ഞോളൂ. നിന്റെ കയ്യിലുള്ള തറയിലിട്ട് കഴിഞ്ഞാൽ അത് ഒരു അത്യുഗ്രൻ സർപ്പമായി രൂപമെടുത്ത് അവര് ഉണ്ടാക്കിയതിനെയൊക്കെ വിഴുങ്ങിക്കളയും. വിഴുങ്ങിക്കളയുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വിലയിരുത്താവുന്നതാണ്. അള്ളാഹുവിടെ പറയുന്നത് തൽഖഫ് മാ സനഉ എന്നാണ്. അവരെന്തൊക്കെയാണോ ഉണ്ടാക്കിയത് അതിനെ അത് വിഴുങ്ങിക്കളയും എന്നാ പറയുന്നത്. ഉണ്ടാക്കിയിട്ടുള്ളത് വടിയും പാമ്പും ഒന്നുമല്ല, വടിയും കയറും ഒന്നുമല്ല. ഉണ്ടാക്കിയത് വടിയും കയറും പാമ്പായിട്ട് കാണപ്പെടുന്നു എന്ന ആ ജാലവിദ്യ മാത്രമാണ്. കയറും വടിയും ഒക്കെ നേരത്തെ അവരുടെ കയ്യിലുള്ള സാധനങ്ങളാണ്, അതൊന്നും ജാലവിദ്യക്കാരുണ്ടാക്കിയതല്ല. ഈ കയറും വടിയും പാമ്പാണ് എന്ന തോന്നിപ്പിക്കല്, എന്ന തോന്നലാണ്, എന്ന് പറഞ്ഞാൽ അവയുടെ മേൽ പ്രവർത്തനക്ഷമമായ ആ ജാലവിദ്യയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിനെയാണ് വിഴുങ്ങിക്കളയും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവര് തറയിലിട്ട വടികളും കയറുകളും ഒക്കെ ഉടനെ തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സർപ്പങ്ങ് ഇഴഞ്ഞു നടക്കാൻ തുടങ്ങിയതോടുകൂടി ആ വടികളും കയറുകളും ഒക്കെ പഴയ പോലെ വടികളും കയറുകളും തന്നെയായി മാറി എന്ന് മനസ്സിലാക്കുന്നതിന് വലിയ പ്രസക്തിയുണ്ട്. ഖുർആൻ അതിനെ ആലങ്കാരികമായ ശൈലിയിലാണ് പറയുന്നത്, അതിനെ വിഴുങ്ങിക്കളയും. സർപ്പം ഈ ചെറിയ സർപ്പങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു എന്ന്, മൂസ അലൈഹി ഇസ്ലാമിന്റെ സർപ്പം ഈ വടികളും കയറുകളും പാമ്പായ ആ കാഴ്ചയില് ആ സർപ്പങ്ങളെ, ചെറിയ കൊച്ചു സർപ്പങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കുക എന്നത് ഒരു സ്വാഭാവികമായ ഒരു വായന മാത്രമാണ്. അങ്ങനെ ആവാം, മറിച്ചാവാൻ വലിയ സാധ്യത കൂടുതലുണ്ട്. ഈ പദപ്രയോഗങ്ങളുടെ പ്രത്യേകത വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഈ വടികളും കയറുകളും അല്ല മൂസ അലൈഹി ഇസ്ലാമിന്റെ സർപ്പം വിഴുങ്ങിക്കളഞ്ഞത്, മറിച്ച് വടികളെയും സർപ്പങ്ങളെയും കയറുകളെയും ഒക്കെ സർപ്പമായി കാണിക്കപ്പെട്ട വിദ്യ അതിനെ വിഴുങ്ങിക്കളഞ്ഞു. അത് ആ വിദ്യ തീർത്തും നിഷ്പ്രഭമായി. സൂര്യൻ ഉദിച്ചപ്പോ നക്ഷത്രങ്ങളെയോ ചന്ദ്രനെയോ ഒന്നും കാണാണ്ടായ പോലെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സർപ്പം രംഗത്ത് വന്നതോടുകൂടി ഈ ആഭിചാരകരുടെ വടിയും കയറും ഒക്കെ പാമ്പായ കാഴ്ച ആകെ മങ്ങിപ്പോയി. പിന്നെ ആളുകൾക്ക് അത് കയറും വടിയും ഒക്കെ ആയിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ആ വിധത്തില് അതിന്റെ സിഹർ നിർവീര്യമാക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ
സംഗതമായതായിട്ട് എനിക്ക് തോന്നുന്നു. തുടർന്നുള്ള സാഹിറുകളുടെ പ്രതികരണം നമ്മളെ ബോധ്യപ്പെടുത്താൻ ഇടയുള്ള ഒരു കാര്യവും അതായിട്ടാണ് ഞാൻ കാണുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അവരെന്താണോ ഉണ്ടാക്കിയിരുന്നത് അതിനെ ആ സർപ്പം വിഴുങ്ങിക്കളയും എന്നാണ് മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അതുകൊണ്ട് ധൈര്യത്തിൽ നീ വടി തറയിലിട്ടോ, അത് അത്യുഗ്രൻ സർപ്പമായി മാറിയിട്ട് അവരുണ്ടാക്കിയതിനെയൊക്കെ അങ്ങ് വിഴുങ്ങിക്കളയും, അല്ലെങ്കിൽ അവരുടെ സിഹറിനെ നിർവീര്യമാക്കും. അവരുടെ പാമ്പുകളൊക്കെ വീണ്ടും കയറുകളും വടികളുമായിട്ട് കാണപ്പെടും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകും. ഇതാണ് പറയപ്പെട്ട കാര്യം. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്ന വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത. സാഹിറുകള് എവിടെ എത്തുകയാണെങ്കിലും, സാഹിറുകൾ എന്ത് ഗമയിലോ ഗാംഭീര്യത്തിലോ ആണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും ഒടുക്കം അവര് വിജയിക്കാൻ പോകുന്നില്ല. അത് ആ സിഹർ നിലനിർത്തിക്കൊണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധിപ്പിക്കുന്നതിൽ പരാജയമാണ് അവസാനം ഉണ്ടാവുക. ഏത് മാജിക് പെർഫോമൻസിന്റെ അവസാനത്തിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടു, മാന്ത്രികൻ വളരെ സത്യസന്ധമായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നത് കേൾക്കാം, ഞാൻ ഇതുവരെ കാണിച്ചതൊക്കെയും വെറും ജാലവിദ്യ മാത്രമാണ്, അതൊന്നും യാഥാർത്ഥ്യമല്ല. ഈ വടി തറയിലിട്ടപ്പോ പാമ്പായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ അത് പാമ്പായിട്ടില്ല, നിങ്ങൾ തോന്നിപ്പിക്കപ്പെടുക മാത്രമായിരുന്നു എന്ന് അവര് പരസ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് പറയുന്നത് കേൾക്കാം. ഇത് ജാലവിദ്യയുടെ ഒരു പരിമിതിയാണ്. ഒരിക്കലും തന്നെ യഥാർത്ഥമായ ആ സംഗതികൾ യഥാർത്ഥമാണ് എന്ന വിധത്തില് എല്ലാ കാലത്തും നിലനിർത്തിക്കൊണ്ടു പോകാൻ സാഹിറുകൾക്ക് സാധ്യമല്ല. എന്നാൽ മൂസ അലൈഹി ഇസ്ലാമിന് വേണമെങ്കിൽ ആ വടി അത്യുഗ്രൻ സർപ്പമായിട്ട് തന്നെ നിലനിർത്തണമെങ്കിൽ അങ്ങനെ സാധിക്കും. കാരണം അത് യഥാർത്ഥത്തിൽ തന്നെ ഒരു വലിയ സർപ്പമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് രണ്ടും വ്യത്യാസമുണ്ട്. ഇതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ത്വാഹയിലെ 65 മുതൽ 69 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ മാറ്റുരക്കലിന്റെ അന്തിമമായ ഫലം എന്തായിരുന്നു എന്നത് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു വെളിപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സെഷനുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഫിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.